Hello foodies! ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെണ്ടക്ക സാമ്പാർ റെസിപ്പിയുമായാണ്. കുറച്ച് വെണ്ടക്കയും ഉള്ളിയും തക്കാളിയും മാത്രം വെച്ചിട്ട് ഒരു കിടിലൻ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. സാമ്പാർ തയ്യാറാക്കാനായി ആദ്യം തന്നെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് സാധാരണ പരിപ്പിനാണ് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. കുക്കറിലാണെങ്കിൽ 2 വിസിലടിച്ചാൽ മതിയാവും. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് സാമ്പാർ തയ്യാറാക്കുന്നത്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നീളത്തിൽ അരിഞ്ഞ തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഞാനിതിവിടെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെണ്ടക്കയാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാം വെണ്ടക്ക നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തീരെ ചെറിയ കുഞ്ഞു വെണ്ടക്കയാണ്. ഇത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ കറിക്ക് കൂടുതൽ സ്വാദ്. അപ്പോൾ വെണ്ടക്ക ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ വെണ്ടക്കയുടെ ആ ഒരു സ്റ്റിക്നെസ് ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഉരുട്ടിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിനി ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചൊടിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായ വെള്ളം കൂടെ ചേർത്തിട്ട് വെണ്ടക്ക ഒടിഞ്ഞു പോവാതെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി തീ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ടേൺ ചെയ്ത ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൗഡറും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. പായസത്തിലൊക്കെ നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് മധുരം ബാലൻസ് ചെയ്യുന്ന പോലെ സാമ്പാറിൽ ഒരു ചെറിയ പീസ് ശർക്കര ഇട്ടാൽ ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് ശർക്കര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കി ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ജീരകം കൂടിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വറവിടാം. സാമ്പാർ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ദോശ ഇഡ്ഡലിയൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ശരിക്കും എല്ലാ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറും വെണ്ടക്ക മാത്രം വെച്ച് നല്ല കിഡിലൻ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഈ ഒരു വെണ്ടക്ക സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ബൈ. താങ്ക് യു.